ഇപ്പൊ എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഡൗൺ ആയിരിക്കും. ആ സമയത്ത് ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കൂല. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇവരൊക്കെ എന്താന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ പോപ്പുലർ ആയി പോകുമ്പോൾ കാണുന്ന ഒരു ഫ്രസ്ട്രേഷൻ മൂലമാണ് ഇങ്ങനത്തെ കമന്റ്സ് ഇടുന്നത്. പക്ഷെ ഇപ്പൊ ഈവൻ അള്ളാഹുവിനെയും രാമനെയും ജീസസിനെയും അവർക്ക് വരെ നെഗറ്റീവ്സ് ഉണ്ട്. അവരെ വെച്ചിട്ട് വരെ ആൾക്കാർ ട്രോൾസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഉമ്മാന്റെ സ്ഥാനത്ത് എന്റെ ഉപ്പാന്റെ കൂടെ ഞാൻ ആ റീൽ ചെയ്തെങ്കിൽ ഒരു നെഗറ്റീവ് വരില്ല. അതൊരു പെണ്ണായതുകൊണ്ടല്ലേ ഇത്രയും നെഗറ്റീവ്സ് വന്നത്. ഇവർക്ക് എന്തോ ജെൻഡറിൽ എന്തോ കുഴപ്പമുണ്ട്, ട്രാൻസ് ആയി ജനിക്കേണ്ടതായിരുന്നു, നീ ഇവൻ ഗേ ആണോ. എന്റെ സിനിമ ഞാൻ തന്നെ ബിഗ് സ്ക്രീനിൽ ഫസ്റ്റ് കാണുമ്പോൾ ശരിക്കും മറ്റു ഉദയനാനന്ദാരത്ത് സെലിക്കും ആ ഒരു ഫീലായിരുന്നു. ഇപ്പൊ ഒരു റേപ്പ് ചെയ്യുന്ന കുട്ടിയുടെ ശബ്ദം കേൾക്കാത്ത ദൈവം അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കേൾക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതായത് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ മറ്റ് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാന്നുള്ള രീതിയിൽ ഒരിക്കലും ഞാൻ പറയില്ല. അവരവരുടേതായിട്ടുള്ള രീതിയിൽ നടക്കട്ടെ, ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ നടന്നോളാം. ആക്ച്വലി എല്ലാവരും ഈ ജെൻസി പിള്ളേരെ കുറിച്ച് ഭയങ്കരമായിട്ട് ബാഡായിട്ട് പറഞ്ഞു. ഇവരെ പെറ്റിട്ട തന്നെ ഫോണിലേക്കാണ്, ഇവർക്കൊന്നും അറിയില്ല, ഒന്നിനും പ്രതികരിക്കാനുള്ള ശേഷിയില്ല. പക്ഷെ ഇപ്പോ അത് തിരുത്തി പറഞ്ഞില്ലേ. എന്റെ വീട്ടിൽ നിന്ന് കൂടെ ഉള്ളത് അഖിൽ ഷായാണ്. ഹലോ അഖിൽ ഷാ. ഹായ്. സുഖല്ലേ? സുഖം. അഖിൽ ഷാ എന്ന് വിളിക്കണോ ഷാമോനെ എന്ന് വിളിക്കണോ? എന്ത് വേണമെങ്കിലും. അല്ല, നോർമലി എല്ലാരും എന്താ വിളിക്കാറുണ്ട്? അതൊന്നും വിളിക്കാറില്ല. വീട്ടിൽ എന്നെ അഖിലെന്നാ വിളിക്കാറ്. എന്റെ ഉമ്മൂമ്മയാണ് എന്നെ ഷാമോനെ എന്ന് വിളിക്കാറ്. ഓ, ഈ ഷായ്ക്ക് എന്തെങ്കിലും ഇതുണ്ടോ? വെറുതെ പേരിന്റെ കൂടെ അഖിൽ ഷാ പേര്, ഷാ മോനെ എന്ന് ചേർത്ത് അങ്ങനെ വിളിക്കുന്നത്. ഓ, അങ്ങനെ. ഓക്കെ. അപ്പൊ എന്തൊക്കെയുണ്ട് ഇപ്പം പുതിയ വിശേഷം? മഹാരാജ ഹോസ്റ്റലിൽ തന്നെയാണ്. എങ്ങനെ പോകുന്നു പരിപാടികളൊക്കെ? നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. നല്ല ഹെയ്റ്റും വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയണം. ഇപ്പൊ ഈ ഒരു ചെറിയ സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നുണ്ടല്ലോ. അപ്പം ഇപ്പൊ റീൽസ് ചെയ്യുമ്പം, ഇത് നേരത്തെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പറഞ്ഞു, റീൽസ് ചെയ്യുമ്പോൾ അതില് ഡയറക്ടറും ആക്ടറും എഡിറ്ററും എല്ലാം നമ്മൾ തന്നെയാണ്. അവിടുന്ന് വേറൊരു ഡയറക്ടർ ആക്ഷൻ പറയുന്നു, കട്ട് പറയുന്നു, അതിന്റെ ഇടയിൽ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ചെറിയ സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലോട്ടുള്ള അനുഭവം? നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഞാനൊക്കെ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇപ്പൊ ആക്ച്വലി ആംബിവേർട്ടാണ്. പക്ഷെ ആ സമയത്തൊക്കെ തുടക്കത്തിലൊക്കെ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തുടക്കമൊക്കെ. നമ്മൾ ആ ക്യാരക്ടറിലോട്ട് ഇങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടേ അപ്പോഴാണ് നമ്മൾ ഈ ലെജൻസിനൊക്കെ നമ്മൾ സ്തുതിക്കും. ഇപ്പൊ ലൈക്ക് ഈ ബിന്ദു പണിക്കരൊക്കെ ശ്രീകൃഷ്ണപുരത്തിലൊരു കോമഡി ക്യാരക്ടർ അങ്ങനെ ചെയ്ത് ആ ആളെന്നെ മറ്റേ സൂത്രധാരൻ വരുമ്പോ ഒന്നുകൂടെ സീരിയസ് ആവും. ഇവരൊക്കെ എങ്ങനെ ഈ ക്യാരക്ടർ സ്വിച്ച് ചെയ്യുന്നത് നമുക്ക്. ഇപ്പൊ എന്റെ ക്യാരക്ടർ ഏകദേശം എന്റെ റിയൽ ലൈഫായിട്ട് ചെറിയ റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ്, പക്ഷെ എന്നിട്ട് പോലും എനിക്ക് ക്യാരക്ടർ ആവാൻ പറ്റുന്നില്ല. അപ്പൊ അവരെയൊക്കെ നമ്മള് ശരിക്കും സ്തുതിച്ചു പോകും. പാടായിരുന്നു ചെയ്യാനായിട്ട്. ഇപ്പൊ ഈ ആംബിവേർട്ട് ആണെന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് വിശ്വസിക്കാനായിട്ട് കുറച്ച് പാടാണ്. കാരണം നമ്മള് സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തന്നെ കണ്ടിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ എങ്ങനെയാ ഇങ്ങനെ പറ്റണമെന്നൊക്കെ. ഇപ്പൊ ഞാൻ കുഴപ്പമില്ലാത്തൊരു എക്സ്ട്രോവേർട്ട് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്, എന്നാ പോലും എനിക്ക് പോലും പറ്റൂല അങ്ങനെ. എന്നിട്ട് എങ്ങനെ പറ്റി ആംബിവേർട്ട് ആയിട്ട്? അല്ല, അത് ഓരോ മൂഡാണ്. ചില സമയത്ത് ഭയങ്കര ഡൗൺ ആവും. അതായത് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻസ്. ചില സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, എല്ലാവരെയൊക്കെ ഇങ്ങനെ തുള്ളി നടക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ. ഇപ്പോൾ എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഡൗൺ ആയിരിക്കും. ആ സമയത്ത് ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കൂല. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്, ഇടയ്ക്ക് ഉണ്ടാവാറുള്ളൂ. പിന്നെ നമ്മുടെ സ്വഭാവം സോഷ്യൽ മീഡിയയിലൂടെ അറിയണമെന്നില്ലല്ലോ. ഇപ്പൊ ഈ ഹെയ്റ്റ് വരുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ സിനിമ കണ്ട് മോശമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിപ്പം നോർമലി നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന കുറെ പേർക്ക് ഈ ഒരു ഹെയ്റ്റ് കാണുന്നുണ്ട്. അത് അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള പോപ്പുലർ ആയിട്ടുള്ളവർക്ക് ഭയങ്കര ഒരു ഹെയ്റ്റ് ഉണ്ട്. എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഈവൻ വാഴ ഇറങ്ങിയ സമയത്തെ വാഴയുടെ ഫസ്റ്റ് വന്നത് ഒരു സോങ്ങാ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ആ സാധനമാണ്. അതിന് ഭയങ്കര ഹെയ്റ്റ് ആയിരുന്നു, ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു. പക്ഷെ സിനിമ വന്ന സമയത്ത് നേരെ തിരിച്ചായി. ഈ ഹെയ്റ്റ് പറഞ്ഞ ആൾക്കാരെ പോസിറ്റീവ് റിവ്യൂ ഇടാൻ തുടങ്ങി. അപ്പൊ ഇവരൊക്കെ എന്താന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ പോപ്പുലർ ആയി പോകുമ്പോൾ കാണുന്ന ഒരു ഫ്രസ്ട്രേഷൻ മൂലമാണ് ഇങ്ങനത്തെ കമന്റ്സ് ഇടുന്നത്. പിന്നെ എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന കണ്ടന്റ്സ്, നമ്മൾ പറയുന്ന അഭിപ്രായങ്ങള്, അതിലൊക്കെ പല ആൾക്കാർക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടൊക്കെ നമ്മൾ അങ്ങോട്ട് ജഡ്ജ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഹെയ്റ്റ് ഇടുന്നത്. എന്നാലും അയാള് ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് ഞങ്ങൾ ഇറങ്ങാത്ത സിനിമ കണ്ടിട്ടാണ് അങ്ങനെ ഒരു കമന്റ് ഇട്ടത്. അതായത് പുള്ളി കണ്ട് തിയേറ്ററിൽ ആരും ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ എങ്ങനെ ഇടാൻ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്.
അറ്റ്ലീസ്റ്റ് നെഗറ്റീവ് ഇടുന്നതിന് മുന്നേ ചിന്തിക്കണ്ടേ പടം ഇറങ്ങിയില്ലെന്ന് നോക്കി. ചിലപ്പോ എന്റെ മുഖം കണ്ടേക്കാം അങ്ങനെ ഒരു കമന്റ് ഇട്ടേക്കാം അങ്ങനെ വിചാരിച്ചിട്ടതായിരിക്കാം, അറിയില്ല അതിനെന്താ സംഭവം. അപ്പൊ ഇപ്പൊ ഈ സിനിമയുടെ ഇതായതുകൊണ്ട് അങ്ങനെ ലൈക്ക് അതിനെതിരെ പ്രതികരിച്ചു. ബട്ട് ഇതല്ലാണ്ട് പോലും ചില കമന്റ്സിനൊക്കെ ആണെങ്കിൽ പൊതുവെ പ്രതികരിക്കാറുണ്ട്. അതാണ് ഈ ഒരു മീഡിയ ലൈക്ക് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഫേസ് ആയിട്ട് നിൽക്കുമ്പോൾ എന്തായാലും നമ്മളെ അറിയാം, ഒരു പബ്ലിക്കിലേക്ക് ചെല്ലുമ്പോൾ ആൾക്കാർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും, ഒരുപാട് പേർക്ക് അറിയാം. അപ്പൊ അവിടെ ഈ ഹെയ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ ചൂസ് ചെയ്യുമ്പം കൂടെ വരുന്ന ഒന്നാണ്. അപ്പം ഇതെല്ലാം അറിഞ്ഞിട്ട് ഇതിലോട്ട് വന്നിട്ട് ആദ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി അറിയാം ഇങ്ങനെ കിട്ടും എന്നുള്ളത്. ബട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഹെയ്റ്റ് കിട്ടി തുടങ്ങുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് ഹെയ്റ്റ് കിട്ടി തുടങ്ങിയപ്പോ എങ്ങനെയായിരുന്നു? ലൈക് പേഴ്സണൽ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഹെയ്റ്റ് കിട്ടി തുടങ്ങുമ്പോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വിഷമം ഉണ്ടാവും. കാരണം നമ്മളൊക്കെ തുടക്കക്കാരാ. അപ്പൊ നമുക്ക് ഈ ഒരു ഹെയ്റ്റ് വരുമ്പോ എന്താ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഈവൻ അള്ളാഹുവിനെയും രാമനെയും ജീസസിനെയും അവർക്ക് വരെ നെഗറ്റീവ്സ് ഉണ്ട്. അവരെ വെച്ചിട്ട് വരെ ആൾക്കാർ ട്രോൾസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ദൈവത്തിന് വരെ ഇപ്പൊ ഹെയ്റ്റാ. അപ്പൊ സാധാരണക്കാരായ നമ്മുടെ കാര്യം പറയണ്ടല്ലോ, എന്തായാലും ഹെയ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ യൂസ്ഡ് ആയി, ആൾക്കാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ. എനിക്ക് എന്നെ സപ്പോർട്ടിന് ഒരുപാട് ആൾക്കാരുണ്ട്, എന്റെ ഫാമിലി ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവര് പോരെ. ഈ പൊതുവെ എല്ലാരും ചിന്തിക്കാറുണ്ട് ഹെയ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് അതിനെതിരെ റീൽ ഇടുമ്പോൾ ഫോളോവേഴ്സ് കുറയും എന്നുള്ള. അതില് ശരിക്കും അങ്ങനെ കുറയുമോ ഫോളോവേഴ്സ്? ഇല്ല, ജെനുവിൻ ഫോളോവേഴ്സ് ആണെങ്കിൽ എന്നും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. ചില ആൾക്കാർ ഇപ്പൊ എല്ലാവരും നമ്മുടെ കോണ്ടന്റ്സ് കണ്ടിട്ട് അവരെ ഫോളോ ചെയ്യുന്നത്, ചില ആൾക്കാർ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിട്ട്, നമ്മൾ പ്രതികരിക്കുന്ന രീതി കണ്ടിട്ട്, അങ്ങനെയൊക്കെ നമ്മുടെ ഒരു പൊളിറ്റിക്സ് കണ്ടിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ എന്തായാലും ഉറപ്പായിട്ടും അവിടെ തന്നെ നിൽക്കും. എനിക്ക് അങ്ങനെ ഹെയ്റ്റ് കണ്ടിട്ട് ഇതുവരെ അങ്ങനെ ഫോളോവേഴ്സ് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പം ഇടയ്ക്ക് ഇതുപോലെ ഇതായിരുന്നു മറ്റേ ഫാത്തിമ എന്ന് പറയുന്ന ആ റീലിന്, അത് ആ കമന്റ് ഇതുപോലെ ഞാൻ ഫസ്റ്റ് ആ കമന്റ് കണ്ടിരുന്നു. എന്നിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അകലെ വീഡിയോ ഇട്ടപ്പോ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമായി അങ്ങനെ ഇട്ടു എന്നുള്ള. അങ്ങനെ വരെ ആൾക്കാർ ചിന്തിക്കുകയാണ്. അപ്പം അതൊരു പേര് കൊണ്ടൊക്കെ ആൾക്കാരെ എങ്ങനെയാ ഇങ്ങനെ ഇതാക്കുന്നത്. ഇപ്പൊ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളാണ് ആ കുട്ടീനെ പോക്സോ പീഡിപ്പിച്ചത്. ഇപ്പൊ ഒരു നബിയുടെ പേരെന്ന് വെച്ചാൽ പേരിട്ട് വെച്ചിട്ട് ആരെങ്കിലും ശുദ്ധരായി മാറുമോ? ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഇതിലോട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ മെന്റൽ പീസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ പ്രൈവസി പോലെ തന്നെ മെന്റൽ പീസും ഒരു ലൈക്ക് ഒരു സാക്രിഫൈസ് പോലെയാണ്. നമുക്ക് ചില കമന്റ്സിൽ നമ്മൾ ഓക്കെ അല്ലാണ്ടാകും, ചിലപ്പോൾ പബ്ലിക്കലി നമ്മൾ ഓക്കെ അല്ലാണ്ടിരിക്കും, ചിലപ്പോൾ സമാധാനമായിട്ട് ഏതെങ്കിലും കഫേയിൽ ചായ കുടിക്കാൻ ചെന്നിരിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ നോർമലി നോക്കുന്നതായിരിക്കും, അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാമല്ലോ. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് ലൈക്ക് ഈ മെന്റൽ പീസും ഈ ഒരു പോപ്പുലാരിറ്റി മാനേജ് ചെയ്യാനായിട്ട് എങ്ങനെയാ പറ്റുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോവുക അങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം സ്ട്രൈക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നൊരു സമാധാനക്കേട് വരുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് ഇപ്പൊ എന്റെ കേസിൽ വെച്ചാല് ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ട് ചെയ്യും, ഭയങ്കര കൂളാക്കും. അതിലൊന്നും ഈ മൈൻഡ് ആക്കണ്ട, എനിക്ക് എന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം, ഇത്രയും ഫോളോവേഴ്സ് ഉള്ളേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കൂളാക്കും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ആൾക്കാർ എന്തുവാണെങ്കിലും പറഞ്ഞോ, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എത്ര ആൾക്കാരുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ ഫാമിലി, ഉമ്മ ഉപ്പ ഭയങ്കര സപ്പോർട്ടാണ്, എപ്പോഴും കട്ടൊക്കെ എന്റെ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ തളരേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ തോന്നി. ഉമ്മാന്റെ കൂടെയുള്ള വീഡിയോസ് എല്ലാം ഇങ്ങനെ എപ്പോഴും കയറാറുണ്ട്. ഉമ്മയായിട്ടുള്ള ബോണ്ടിങ് എങ്ങനെയാ? ഞങ്ങൾ ശരിക്കും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടാ, ബെസ്റ്റ് ഫ്രണ്ട് പോലെ തന്നെ. ഞാൻ എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ ഉമ്മാനോട് ഷെയർ ചെയ്യും. കാരണം ഉപ്പ ദുബായിലായിരുന്നു, പ്രവാസി ആയതുകൊണ്ട് തന്നെ അധികം ഞാൻ ഉമ്മാന്റെ മോനാ. അങ്ങനെ പണ്ട് മുതലേ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ഡബിൾ മീനിങ് ജോക്സ് വരെ ഞാൻ ഉമ്മാനോട് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യും. ഇപ്പൊ റീസെന്റ് ഞങ്ങളൊരു റീലില് ഇതേപോലെ സിഗരറ്റ് വലിക്കുന്ന ഒരു ഗോൾഡ് വേണോന്ന്. അപ്പൊ അതിൽ ഇതേപോലെ കുറെ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഉമ്മാനെക്കൊണ്ട് ഞാൻ സിഗരറ്റ് വലിപ്പിച്ച്, ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഇങ്ങനെ ഒരു റീൽ എടുക്കാനാണ്, ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് പുക വിട്ടാൽ മതി എന്നാണ്. അപ്പൊ അതിനെന്താ വിടാലോ എന്ന് പറഞ്ഞാൽ കൂളായിട്ട് ഉമ്മ വന്ന് ഒന്നും പറഞ്ഞില്ല, ഉമ്മ ചെയ്ത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വൻ നെഗറ്റീവ്സ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, ആ ഉമ്മാന്റെ സ്ഥാനത്ത് എന്റെ ഉപ്പാന്റെ കൂടെ ഞാൻ ആ റീൽ ചെയ്തെങ്കിൽ ഒരു നെഗറ്റീവ് വരില്ല. അതൊരു പെണ്ണായതുകൊണ്ടല്ലേ ഇത്രയും നെഗറ്റീവ്സ് വന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പൊളിറ്റിക്കലി ആൾക്കാർക്ക് കുറച്ച് അന്തം കുറവുള്ളതുണ്ട് നമ്മുടെ നാട്ടില്. മാറുമായിരിക്കും. ഈ സാധനങ്ങളൊക്കെ ഒന്ന് വംശനാശം സംഭവിച്ചു പോണം. വംശനാശമൊക്കെ ഇനിയും നടക്കട്ടെ. ഇപ്പം ഇതുപോലെ തന്നെ ഈ പെൺപിള്ളേരുടെ പോലെ ഡ്രസ് ചെയ്തൊക്കെ വരുമല്ലോ, അത് നമുക്ക് കണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഫണ്ണാണ്. ഞാൻ ഇതിന് മുന്നേ ഇപ്പൊ ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു. മറ്റേ വാഴ 2 കാസ്റ്റ് ചെയ്യാനായിട്ട് മറ്റേ ബ്ലൂ സാരി ഒക്കെ വെച്ചിട്ടുള്ള, അത് കണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഫണ്ണാണ്. അതിന് ഇതുപോലെ എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ തുടക്ക സമയത്ത് ഇഷ്ടം പോലെ വരും. തുടക്ക സമയത്ത് എപ്പോഴും ഉണ്ട്. അത് ആൾക്കാർക്ക് എല്ലാ ആൾക്കാരും ഇതുപോലെ ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവര്
ഇവനിക്ക് എന്തോ ജെൻഡറിൽ എന്തോ കുഴപ്പമുണ്ട്, ട്രാൻസ് ആയി ജനിക്കേണ്ടതായിരുന്നു, നീ ഇവൻ ഗേ ആണോ, അങ്ങനത്തെ ഒക്കെ രീതിയിൽ എപ്പോഴും അങ്ങനെ ജഡ്ജ് ചെയ്യും. പേഴ്സണലി നമ്മൾ അറിയാത്തോണ്ടുള്ള പ്രശ്നം മാത്രം. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് മതം പറഞ്ഞ് എന്നെ ഇതാക്കുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതാണ് മതം പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്നത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കമന്റ്സ്. അപ്പം എൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ഇപ്പം എന്നെ ബോഡി ഷെയിം ചെയ്യുക, ജെൻഡർ വെച്ച് അപമാനിക്കുക, അങ്ങനെ ചെയ്യുന്നതിൽ പിന്നെയും ഓക്കെ ആണെന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി ഞാൻ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ മതം പറഞ്ഞ് ഇങ്ങനെ വരില്ലേ, അത് മതം എന്ന് പറയുന്നത് അത്രയും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അത് വെച്ചൊക്കെ ജഡ്ജ് ചെയ്തിട്ട് നീ മുസ്ലിം അല്ലേ, നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ, മുസ്ലിം അല്ലേ, നീ എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ പറഞ്ഞ് കാതുത്തിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കമന്റ്സ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം രജിസ്റ്റർ ചെയ്യുമ്പോൾ മതം കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ അഖിലിന്റെ ലൈഫ് എങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത് എന്നൊക്കെ എനിക്ക് അറിയണം എന്നുണ്ട്. ലൈക് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയോ ഞാൻ എത്തിപ്പെട്ടതാണ്. എനിക്ക് ചെറുപ്പത്തില് ഞാൻ നല്ല വരക്കുമായിരുന്നു, ചിത്രം വരക്കും, അതേപോലെ സിനിമകൾ കാണും, അങ്ങനെ എന്റർടൈൻമെന്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഉമ്മാന്റെ കേസിലാണെങ്കിലും ഉമ്മ റേഡിയോ ഉണ്ട് ഉമ്മാക്ക്. അപ്പൊ എപ്പോഴും ഉമ്മ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ റേഡിയോത്തെ പാട്ടൊക്കെ കേട്ടിട്ടാണ് വർക്ക് ചെയ്യുക. അതുകൊണ്ട് എല്ലാ പാട്ടും എല്ലാ സിനിമയും അറിയാം ആൾക്ക്. ഉമ്മ തന്നെയാണ് എന്നെ സിനിമയിലോട്ട് ഇൻട്രസ്റ്റ് കൊണ്ടുവന്നത്. ഉമ്മാക്ക് എല്ലാ സിനിമാ താരങ്ങളുടെ പേരും അറിയാം. ഇത് മറ്റേ ആളുടെ മോളാണ്, ഇത് ഷാജി കൈലാസിന്റെ ഭാര്യയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു ഓരോ സിനിമ കാണുമ്പോ. അതെ, ഭയങ്കര അപ്ഡേറ്റഡാ. ഇപ്പൊ അത്രല്ല, ആ സമയത്തൊക്കെ. അപ്പൊ എങ്ങനെ ചെറുപ്പത്തിൽ എന്നെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും എല്ലാത്തിനും, അങ്ങനെ പ്രോത്സാഹനം തന്ന് എല്ലാത്തിനും എന്റെ കൂടെ. എനിക്ക് അങ്ങനെ പാടാനുള്ള കഴിവൊന്നുമില്ല, പക്ഷെ എന്നെ ചെറുപ്പത്തിൽ കുറെ സ്റ്റേജിൽ കൊണ്ടുപോയി പാടിപ്പിച്ചിട്ടുണ്ട്, ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചിത്രം വരക്കുമായിരുന്നു, അതിനൊക്കെ ഞാൻ ഫസ്റ്റ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അത് മാത്രമേ എനിക്ക് അറിയാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പിന്നീട് എപ്പോഴോ ഇങ്ങനെ സിനിമനോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല, എങ്ങനെയൊക്കെ ഇതിലെത്തപ്പെട്ടു, ഇപ്പോ ഇവിടെ ഇരിക്കുന്നു. കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത് ചെയ്ത് തുടങ്ങിയത് എപ്പോഴായിരുന്നു? കോളേജ് പഠിക്കുമ്പോ. ഞാന് 2018 കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു ഫസ്റ്റ് ഇയർ ഇങ്ങനെ ഒരു പകുതിയൊക്കെ ആയപ്പോൾ എനിക്ക് കോഴ്സ് ബോറടിച്ചു തുടങ്ങി. ഞാൻ ആർക്കിടെക്ചറാണ് പഠിച്ചത്. അപ്പൊ എനിക്കിങ്ങനെ ചെറുതായിട്ട് ഇതെനിക്ക് പറ്റിയ കോഴ്സ് അല്ല എന്നിങ്ങനെ തോന്നി തുടങ്ങി. അപ്പൊ ആ സമയത്ത് ബോറടിച്ചപ്പോൾ ഞാൻ തുടങ്ങിയതാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ. അന്ന് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഓപ്ഷൻ ഇല്ല, അന്ന് നമ്മൾ പോസ്റ്റ് ആയിട്ട് ഇടാൻ പറ്റിയ വീഡിയോ. ഡബ് സ്മാഷ്, ടിക്ടോക്ക് ആ സമയത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും ഞാൻ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോസ് ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടാ. അപ്പൊ അവരും കൂടെ എൻ്റെ കൂടെ അഭിനയിക്കാൻ, അങ്ങനെ ഞങ്ങൾ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കിയിട്ടും ചളി പറഞ്ഞിട്ടും അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് തുടങ്ങിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ട സമയത്തൊന്നും റീച്ചുമില്ല. നമ്മൾ തന്നെ കണ്ട് നമ്മൾ തന്നെ കമന്റ് ചെയ്യും. കുറച്ച് ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത് ഓരോ വീഡിയോസ് ഇങ്ങനെ മില്യൺ ആവാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇതെന്താ സംഭവം, അങ്ങനെ കേറിപ്പോയി. പിന്നെ ഞാൻ അങ്ങനെ, അതായത് കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് തന്നെ പോവാ, ഇതാണ് ഒന്നുകൂടെ സുഖം എനിക്ക് തോന്നി. അപ്പൊ പിന്നെ അങ്ങനെ ഈ ഫീൽഡിലോട്ട് തന്നെ. കോളേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ തീസിസ് കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ എനിക്ക് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, അത് പിന്നെ എനിക്ക് എഴുതി എടുക്കാനുള്ള ഒരു ത്രാണി ഉണ്ടായില്ല, വിട്ടുപോയി. അപ്പൊ ഈ ഫസ്റ്റ് റീച്ച് ആയ വീഡിയോ ഏതായിരുന്നു ഓർമ്മയുണ്ടോ? എന്റെ ഒരു ഞാനും അനിയത്തിയും ചെയ്തൊരു സാധനം ഉണ്ട്, മിന്നലെ താഴെ വരുന്ന സോങ് ഇല്ലേ, അതൊരു ഫണ്ണി ആയിട്ട് ചെയ്തിരുന്നു. അതായത് ശരിക്കും മിന്നലും നിങ്ങൾ കരിഞ്ഞു പോകുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് എന്റെ ഫസ്റ്റ് വൈറലായ വീഡിയോ. അങ്ങനെ. അപ്പം ഉമ്മയൊക്കെ അന്നോട്ടെ ഇപ്പം കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നു? ഓ, സപ്പോർട്ടായിരുന്നു. ആദ്യമൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ ഉമ്മ എന്നും സപ്പോർട്ടാ. ഫാമിലിന്നൊക്കെ ചെറുതായിട്ടൊക്കെ എതിർപ്പുണ്ടാകും, എന്ത് കോപ്രായ കാണിക്കണേ, അങ്ങനത്തെ രീതിയിലുള്ള എതിർപ്പുണ്ടാകും. പിന്നെ അതിങ്ങനെ ഫോളോവേഴ്സും പേയ്മെന്റ് ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോ അവരെല്ലാം ഒതുങ്ങി. അപ്പൊ ഈ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്തിട്ട് ഇപ്പം സിനിമയിൽ നിന്ന് ഇങ്ങോട്ട് കോള് വന്നതാണ്? അതെ, റീൽസ് കണ്ടിട്ട് തന്നെ അവര് വിളിച്ചതാ. നോർമലി എല്ലാരും ഈ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോ അവർക്ക് ഉള്ളിൽ ഒരു ആഗ്രഹം വരുമല്ലോ സിനിമയിലും കൂടെ നോക്കാം, അപ്പം അങ്ങോട്ടായിട്ട് അപ്രോച്ച് ചെയ്യല്ലോ, അങ്ങനെ ഒന്നും നോക്കിയില്ല? എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സിനിമ എന്നും എനിക്ക് ഇഷ്ടമാണ്, സിനിമ ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യുന്ന കാണുന്ന ഒരു ആളാണ്. അപ്പൊ എനിക്ക് ഇതേപോലെ എൻ്റെ ഇതുപോലെ ഏതോ റീല് വൈറലായിട്ടാണ് ഫസ്റ്റ് മൂവി ഇങ്ങനെ കോൾ വന്നത്. അതായത് ഒരു സിനിമാറ്റോഗ്രാഫർ എനിക്ക് മെസ്സേജ് അയച്ചു, ഷിജു ഏട്ടൻ ഉണ്ട്, പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചു. എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളൊരു പടം ചെയ്യുന്നുണ്ട്, എൻ്റെ വൈഫിന് ഇഷ്ടമാണ് നിന്റെ പെർഫോമൻസ് ഒക്കെ, അപ്പൊ വൈഫാണ് സജസ്റ്റ് ചെയ്തത്, അഭിനയിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പുള്ളിനോട് പറഞ്ഞ എന്താന്ന് വെച്ചാല്, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് നോക്കാന്ന് പറഞ്ഞു. അന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം അറിയില്ലല്ലോ നമുക്ക് സിനിമ എന്താ, ആരായിട്ടൊരു ബന്ധമെല്ലാം അറിയൂല, ഷൂട്ടിംഗ് ഒന്നും ഇന്നേ വരെ കണ്ടിട്ടില്ല. അങ്ങനെ പോയപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഫസ്റ്റ് ഒക്കെ. പക്ഷെ പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോ ഓക്കെയാണ്. പിന്നെ അവര് നമ്മൾക്ക് തരുന്ന വെൽക്കമിങ്, ഇപ്പോ വലിയ ഹോട്ടൽ റൂം തരിക, നല്ല ഫുഡ് തരിക, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിന് ആൾക്കാർ വരിക, അതൊക്കെ ശരിക്കും ഒരു സെലിബ്രിറ്റി ആയ ഫീൽ ആയിരുന്നു.
അപ്പൊ തോന്നി ഇത് കൊള്ളാലോ, ഇതിലൂടെ ഇങ്ങനെ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങനെ. പിന്നെ എന്റെ സിനിമ ഞാൻ തന്നെ ബിഗ് സ്ക്രീനിൽ ഫസ്റ്റ് കാണുമ്പോ ശരിക്കും മറ്റു ഉദയനാനന്ദാരത്ത് സെലിക്കും ആ ഒരു ഫീലായിരുന്നു. അപ്പൊ അങ്ങനെ ഇഷ്ടായി. ഇപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഈ പൈസ ഒക്കെ കിട്ടി തുടങ്ങി എന്ന് പറഞ്ഞല്ലോ, അത് ഇപ്പം കൊളാബുകളുടെ ബഹളമാണ് എല്ലായിടത്തും. പക്ഷെ അഖിലിന്റെ ഇപ്പൊ അതിലും കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അഖിലിനെ നോക്കിക്കഴിഞ്ഞാല് കൂടുതലും കൊളാബ്സ് നമുക്ക് ട്രാവലിലാണ് കാണാൻ പറ്റുന്നത്. ഈ ട്രാവലിംഗ് അത്ര ഇഷ്ടമാണോ? ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സിനിമനേക്കാൾ ഇഷ്ടം ട്രാവലിംഗ്. അതെ, രണ്ടിലൊന്ന് ചൂസ് ചെയ്യേണ്ട വന്നാൽ ട്രാവലിംഗ്. ഇപ്പൊ എത്ര കൺട്രി പോയി ഇതുവരെ? ഞാനിപ്പോ ശരിക്കും ആക്ച്വലി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഒരു 7 കൺട്രി വിസിറ്റ് ചെയ്തു. തുടങ്ങിയിട്ട് തന്നെ 7 ഇതിൽ പോയതിൽ ഏറ്റവും എൻജോയ് ചെയ്തത് എവിടെയായിരിക്കും? എല്ലാതും ഒരു വൈബാണ്. എനിക്ക് വിയറ്റ്നാം ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ ലാസ്റ്റ് ഫുക്കോക്ക് പോയിരുന്നു, അത് ഭയങ്കര ഇഷ്ടമായി. മാൽദീവ്സും ഭയങ്കര ഇഷ്ടമായി. മറ്റേ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസിന്റെ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ പോരും, നമ്മളെല്ലാം കൊളാബിലാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. കല്യാണത്തിന്റെ അപ്പൊ ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടിരിക്കുമ്പോൾ കൊളാബിൽ ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്കിന് ലൈക്ക് എങ്ങനെയാണ് അതിന്റെ ലൈക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാ അപ്പൊ വരാറുള്ളതൊക്കെ? ഇല്ല, അധികം ട്രാവലിംഗ് ഒക്കെ അധികം ബാർട്ടർ കൊളാബ് തന്നെ ആയിരിക്കും. നമ്മളൊന്നും അറിയണ്ട, അവരെന്നെ എല്ലാം എടുക്കും, അങ്ങനെ നമ്മൾ പോകും. പക്ഷെ ഇത്ര റീല് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. ഇപ്പൊ 5 days ട്രിപ്പ് ആണെങ്കിൽ 5 റീല് വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെയാ. ഇത് പേയ്മെന്റ് വാങ്ങി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ പേയ്മെന്റ് വാങ്ങാറില്ല. കാരണം ഓൾറെഡി അവർ നല്ല സർവീസ് നമുക്ക് തരുന്ന, ഇന്റർനാഷണൽ ട്രിപ്പിന് പൊതുവെ പാക്കേജിന് തന്നെ നല്ല റേറ്റാ. പ്ലസ് അവരോട് നമുക്ക് തരുന്ന സർവീസ്, ഹോസ്പിറ്റാലിറ്റി ഒക്കെ അടിപൊളിയാണ്. അപ്പൊ അതിന് പുറമെ നമ്മൾ പൈസ വാങ്ങുന്ന കുറച്ച് അഹങ്കാരല്ലേ. അപ്പൊ ഈ ഒരു 5 days ആണെങ്കിൽ 5 റീല് ചെയ്യണം. അങ്ങനെ കണക്ക്. അപ്പൊ ഈ അഖിലിന്റെ റീല് നോക്കിയാൽ തന്നെ അറിയാം, അതില് നമുക്ക് കണ്ടിരിക്കാനായിട്ട് ഭയങ്കര എൻജോയ്മെന്റാ. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റിംഗ് ഒന്ന് ആലോചിച്ചു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അഖിലിന്റെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്നാൽ കുറച്ച് ഡയലോഗ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത്, അത് കണക്ഷൻ വേണമല്ലോ, എന്ത് ചെയ്തിട്ട് എനിക്ക് ആ കണക്ഷൻ കിട്ടുന്നില്ല. എങ്ങനെയാണ് അങ്ങനത്തെയൊക്കെ കണ്ടുപിടിക്കുന്നത്? അവിടെ ഈ റീലിൽ വരുന്ന ആൾക്കാരെ അവിടെ ചെന്നിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ. പക്ഷെ ഈ ഡയലോഗ്സ് എങ്ങനെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആവും? ഞാൻ അതേപോലെ പഴയ സിനിമകൾ നന്നായിട്ട് കാണും. ഇപ്പൊ എന്നും ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോ യൂട്യൂബിൽ ഓരോ പഴയ പടങ്ങളൊക്കെ ഇട്ട് കാണും. അപ്പൊ അങ്ങനെ ഡയലോഗ്സ് ഒക്കെ ഏറെക്കുറെ ഇങ്ങനെ മനസ്സിലുണ്ടാവും. പിന്നെ ചില സാധനങ്ങൾ ഓൾറെഡി നമുക്ക് അറിയാലോ, ഇന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടും അങ്ങനെയും പോവാറുണ്ട്. ചിലത് സ്പോട്ടിൽ കിട്ടും. ചില ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കണക്ട് ആവും. അങ്ങനെയും ചെയ്യാറുണ്ട്. ചിലത് ഇങ്ങനെ സ്ക്രിപ്റ്റ് ആയിട്ടും ചെയ്യാറുണ്ട്. അവരുടെ അടുത്ത് പറയോ ഇങ്ങനെ? ഞാൻ ഫോറിനേഴ്സിനോട് സംസാരിക്കും, ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം, കുഡ് യു പ്ലീസ് ജോയിൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇഷ്ടാ, ഭയങ്കര വെൽക്കമിങ് അവര്. ഇപ്പൊ നമ്മുടെ പോലെ ആൾക്കാരെന്ത് പറയോ അങ്ങനത്തെ ചിന്തയൊന്നും അവർക്കില്ല. ഭയങ്കര കൂളാണ്. അതുകൊണ്ട് എന്തിനും റെഡിയാണ്. ഈ കോണ്ടന്റ് ക്രിയേഷൻ ഏരിയയിൽ തന്നെ ഉള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, ലൈക്ക് ഒരു എല്ലാ ഫീൽഡിലും ഉള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. ഇപ്പം മീഡിയ ഇപ്പൊ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനും വേറൊരു മീഡിയയിലുള്ള ആളും തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കും. അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ നോക്കിയാലും ഇപ്പം അഖില്, ഇതിൽ തന്നെയുള്ള അഖിൽ NRD അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളും ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഇടയിലുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. അപ്പൊ ഈ കോണ്ടന്റ് ക്രിയേഷന്റെ ഇടയിൽ ആ കോമ്പറ്റീഷൻ ആൻഡ് ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരിക്കും നിങ്ങൾ മാനേജ് ചെയ്യാ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടും ആരോടായിട്ടും ഞാൻ അത്ര ക്ലോസ് അല്ല. അതായത് ഞാൻ അവരുടെ മീറ്റിനും പ്രോഗ്രാമിനും ഒന്നും ഞാൻ പോവാറില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. എനിക്ക് ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ നാട്ടുകാരുണ്ട്, എൻ്റെ കോളേജ് ഫ്രണ്ട്സ് ഉണ്ട്, ഭയങ്കര വലിയ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കൂടെയാണ് കൂടുതൽ കംഫർട്ട്. ഇപ്പോൾ സിനിമയിൽ വരുമ്പോൾ പോലും സിനിമയിൽ നമ്മൾ അപ്പോൾ അഭിനയിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ ഓൾറെഡി ഫ്രണ്ട്സ് ആവും. പക്ഷെ നമ്മുടെ ഒരു കംഫർട്ട്, മറ്റേ കംഫർട്ട് ഇതിൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ എപ്പോഴും ഇവിടെ വർക്കിംഗ് സ്പേസിൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഓൾറെഡി വലിയ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, അവരായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. അതുകൊണ്ട് ആ ഒരു കോമ്പറ്റീഷനും അങ്ങനെ ഒന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പം എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞു മടുത്താണെന്ന് എനിക്കറിയാം, ഈ ഹൊററിലൊക്കെ ലൈക് പ്രേതത്തില് കുറച്ച് വിശ്വാസമുള്ള ആളാണ് എന്ന് പറയണ്ടേ. അതുകൊണ്ടാണ് ഈ മഹാരാജ ഹോസ്റ്റൽ എന്നുള്ള ലൈക് ഈ ഹൊറർ ആയതുകൊണ്ട്, ഹൊറർ ജോണർ ഉള്ളത് കൊണ്ട് ഈ സിനിമ ചൂസ് ചെയ്തു എന്നും പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ ഹൊറർ എലമെന്റ് ഉള്ളത് കൊണ്ട് ഈ സിനിമ ചൂസ് ചെയ്തത്? അല്ല, എനിക്ക് പണ്ട് മുതലേ ഹൊറർ ജേണർ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ വെള്ളി നക്ഷത്രം, ആകാശഗംഗ, മേഘസന്ദേശം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസമല്ലേ, കണ്ടിരിക്കാൻ രസമല്ലേ. ചില ആൾക്കാർക്ക് പേടിയായിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് റോസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഡ്ലി തിന്നണ പറയാതോ, അതുപോലെ മറ്റേ കൈയൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്ന വെള്ളി നക്ഷത്രത്തെ. അപ്പൊ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനൊരു സാധനം വന്നപ്പോൾ ഓൾറെഡി പുള്ളി
വിളിച്ച സമയത്ത് ഇങ്ങനെ ഹൊറർ ജനറ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്തായിരിക്കും ഇതിന്റെ സ്റ്റോറി എന്ന് അറിയാൻ. ഇതിത്തെ പ്രേതം എങ്ങനെയാണോ, വെള്ളസാരിയാണോ, ക്ലീശ പ്രേതമാണോ, അതൊക്കെ അറിയാൻ ഞാൻ കൂടുതൽ അതാ ചോദിച്ചു. പ്രേതത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ ചോദിച്ചു എന്റെ ക്യാരക്ടറിനേക്കായോ. അപ്പൊ അങ്ങനെ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ വന്നേ. എനിക്ക് പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാൽ പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അവർ കണ്ട എക്സ്പീരിയൻസും ഇപ്പോൾ ഫാമിലിയിലും ഇതിലൊക്കെ അങ്ങനെ. അപ്പൊ അവർ കണ്ടതുകൊണ്ട് അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് എനിക്ക് അങ്ങനെ ഒരു തോട്ട്. ഇപ്പൊ ദൈവത്തിന് ആരും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ദൈവമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രേതത്തിനെ കണ്ടിട്ടുള്ള അങ്ങനെ കണ്ടിട്ടുണ്ടോണ്ട് അതായത് ദൈവമല്ല അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല് ഐ ഡു ബിലീവ് ഇൻ ഗോഡ്. അതായത് ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ഒരു എനർജി ഫോമാ. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് സാധിച്ചു തരുന്ന ഒരു ദൈവമല്ല. ലൈക്ക് എല്ലാത്തിൻ്റെ ഒരു ക്രിയേറ്റർ. ഇപ്പൊ എല്ലാ സാധനങ്ങൾക്കും ഒരു ക്രിയേറ്റർ ഉണ്ടാവുമല്ലോ, അതുപോലെ യൂണിവേഴ്സിന് ഒരു ക്രിയേറ്റർ ഉണ്ട്, ഒരു ലൈക്ക് ഒരു പോസിറ്റീവ് എനർജി. അതാണ് ദൈവം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതേപോലെ തന്നെ ഒരു നെഗറ്റീവ് എനർജിയും ഉണ്ടാവും. ഒരു പോസിറ്റീവ് ഉണ്ടാവും, എന്തായാലും നെഗറ്റീവ്. ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആളാണ്. ലൈക്ക് അത് ഉണ്ടായി, ആരും ലൈക്ക് ക്രിയേറ്റ് ചെയ്തല്ല, അത് ക്രിയേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഈ ഹൊററിന്റെ അഖിലിന് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ടായതും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ലൈക്ക് അത് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റി? അത് എനിക്ക് ഭയങ്കര പേടിയുള്ള കൂട്ടത്തില കേട്ടോ. ഞാനിങ്ങനെ വിശ്വാസി എന്നുള്ളതല്ല, പക്ഷെ പേടിയുള്ള കൂട്ടത്തിലാ. എനിക്കിങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ എനിക്ക് എന്റെ മുന്നിലേക്കാണ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, എന്റെ ഉറക്കം എല്ലാം പോകും. അപ്പൊ എങ്ങനെ അത് ഫേസ് ചെയ്യാനായിട്ട് പറ്റി? ഞാൻ ആക്ച്വലി അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ ഇപ്പോഴും എനിക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടത്. അപ്പൊ ഞാനും അത് വിശ്വസിച്ചിരുന്നത് സ്വപ്നം പോലെ ആയിട്ടാ. പക്ഷെ എന്റെ ഫ്രണ്ടും ഈ സെയിം സാധനം കണ്ടു എന്ന് പറഞ്ഞപ്പോഴാണ് സംതിങ് ഇസ് ദേർ എന്നുള്ള ഒരു സാധനം വന്നത്. അങ്ങനെ ഒരു തവണയാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്റെ ഇങ്ങനെ കസിൻസും ഫാമിലീസും ഒക്കെ അവർക്കുണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ദൈവവിശ്വാസി അല്ല എന്നുള്ളത് പറഞ്ഞല്ലോ. ദൈവവിശ്വാസി അല്ല എന്നല്ല, എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ദൈവമല്ല എന്റെ മനസ്സിൽ. അതായത് ഇപ്പോ നമ്മൾ കുറെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇപ്പൊ ഒരു റേപ്പ് ചെയ്യുന്ന കുട്ടിയുടെ ശബ്ദം കേൾക്കാത്ത ദൈവം, ഇപ്പൊ കുട്ടി എന്തോരം സങ്കടപ്പെട്ട് കരയുന്നുണ്ടാവും. ആ കരച്ചിൽ കേൾക്കാത്ത ദൈവം ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കേൾക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക്. അതായത് ഞാനൊരു പോസിറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട്, എല്ലാത്തിനും ഒരു ക്രിയേറ്റർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് ചെറുപ്പം തൊട്ട് അങ്ങനെ ആയിരുന്നു? അല്ല, അത് ഓരോ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് അങ്ങനെ മാറിയത്. അപ്പൊ ഈ വിശ്വാസം മാറുന്ന ആ ഒരു മൊമെന്റിൽ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? വീട്ടിൽ നിന്ന് പറയും അഹങ്കാരിയാന്ന്, പഠിച്ചോനെ പേടിയില്ലാത്ത ആളാന്നൊക്കെ പറയും. അതെല്ലാവരും വീട്ടിൽ നിന്ന് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ എന്നെ അങ്ങനെ ഇത് പറഞ്ഞിങ്ങനെ ജഡ്ജ് ചെയ്യാറില്ല വീട്ടിൽ നിന്ന്. ഓരോരുടേതായിട്ടുള്ള രീതിയിൽ നടന്നു. ഐ ഡു റെസ്പെക്ട് എവരി റിലീജിയൻ. അവരവരുടെ വിശ്വാസം. അതായത് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ മറ്റ് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാന്നുള്ള രീതിയിൽ ഒരിക്കലും ഞാൻ പറയില്ല. അവരവരുടേതായിട്ടുള്ള രീതിയിൽ നടക്കട്ടെ, ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ നടന്നോളാം. അപ്പൊ ഈ മാനിഫെസ്റ്റേഷനിലൊക്കെ ബിലീവ് ചെയ്യുന്നുണ്ടോ? മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ? മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. സൈമ അവാർഡൊക്കെ വാങ്ങി നിൽക്കുക. അത് എത്ര നാള് കഴിഞ്ഞിട്ടുള്ളതായി? സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കൂടുതൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ തുടങ്ങിയത്. എനിക്ക് അതേപോലെ ഞാൻ മനീഷ കൊയ്രാളനൊക്കെ ഇതുപോലെ എപ്പോഴും മാനിഫെസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ, നേരിട്ട് കാണാൻ ആഗ്രഹമുള്ള ഒരു നടിയായിരുന്നു പുള്ളിക്കാരി. അപ്പൊ ഇതുപോലെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് ശരിക്കും കാണാൻ പറ്റി. ഈ ഓരോ ആർട്ടിസ്റ്റിനെ കാണുമ്പോഴുള്ള ഒരു ഡയറി ഉണ്ടല്ലോ, എനിക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് കുറെ പേരുടെ അങ്ങനെ അവരുടെ ഫോട്ടോസ് കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുള്ള അത് അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ടോ? കീപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റിന്റെ ഉണ്ട്, എന്റെ ഫ്രണ്ട്സിന്റെ ഉണ്ട്, ഞങ്ങൾ എൻജോയ് ചെയ്ത മൊമെന്റ്സ് ഉണ്ട്. കോളേജ് ലൈഫ് ഒക്കെ കംപ്ലീറ്റ് ഡയറിക്കകത്തുണ്ട്. ആണോ? അപ്പൊ മൊത്തം എത്ര ഡയറി ഉണ്ട്? അങ്ങനെ ഒരു 5 എണ്ണൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓരോ ഇയറിലെ ഞാൻ അങ്ങനെ സൂക്ഷിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം, മൊമെന്റ്സ് എൻജോയ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോ മെമ്മറീസ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കാനും അതിനെ കുറിച്ച് എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്രിയേറ്റിവിറ്റി ആണല്ലേ മെയിൻ. ക്രിയേറ്റിവിറ്റി ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു? ചെറുപ്പം തൊട്ടുണ്ടാകുന്ന എനിക്കറിയില്ല. ചെറുപ്പത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരക്കുമായിരുന്നു. ചിലപ്പോ അതങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ വന്നായിരിക്കാം. ഈ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഒറ്റയ്ക്കൊക്കെയാണോ പോവാറുള്ളത്? അല്ല, ഈ ചിലപ്പോ ഫ്രണ്ട്സ് ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഈ കൊളാബ് വരുന്ന ടീമിന്റെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ചിലപ്പോ അവരുടെ ക്യാമറാമാൻ എന്റെ കൂടെ അയക്കും. എനിക്ക് അങ്ങനെ ആരായാലും കുഴപ്പമില്ല, ആരെങ്കിലും ഒരാൾ ഉണ്ടായാൽ മതി. ഒറ്റക്ക് പോകാൻ പേടിയാ. കമ്പനി ആണെങ്കിൽ വിളിച്ചാൽ മതി. അല്ല, എനിക്ക് മനുഷ്യരെ പേടി. അതായത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത പോലെ കത്തി കാണിച്ച് ഫോൺ പേഴ്സ് ഒക്കെ വാങ്ങിക്കൊണ്ടേ അറിയാത്ത സ്ഥലമല്ല, നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒക്കെ പേടിയാ എനിക്ക്. അങ്ങനെ പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഒറ്റക്ക് പോകും, ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ട്രിപ്പ്. ഒറ്റക്ക് പോകും. എങ്ങോട്ടാണെന്ന് പറയാൻ പറ്റുമോ? ശ്രീലങ്ക പോകാനുള്ള. സോളോ? അവിടെ തമിഴന്മാരായതുകൊണ്ട് വലിയ സീനില്ല, ലാംഗ്വേജിന് ബുദ്ധിമുട്ടില്ല.
ഓക്കെ. ഇപ്പം ഈ സിനിമയില് ഒരു ലീഡ് റോൾ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പം അഖിൽ ഷാ എന്ന് പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. ഇപ്പൊ സിനിമയിൽ ഒരു ലീഡ് റോൾ ചെയ്തു. അപ്പൊ ഇനിയും അഖിൽ ഷാ എന്ന കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് അറിയപ്പെടാനാണോ അഖിൽ ഷാ എന്ന ഒരു സിനിമാ നടൻ എന്ന് അറിയപ്പെടാനാണോ ഇഷ്ടം? എനിക്ക് കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് അറിയപ്പെടാനോ ഇഷ്ടം. അതാണ് സുഖം. കാരണം നമ്മള് തുടങ്ങിയത് ഇതിൽ നിന്നാണല്ലോ, സിനിമ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതിൽ എത്തപ്പെട്ടാണല്ലോ. അപ്പൊ എന്തുകൊണ്ടും കോണ്ടന്റ് ക്രിയേറ്റർ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ പ്രഷർ ഇല്ല, വർക്ക് പ്രഷർ ഇല്ല. ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. എൻജോയ് ചെയ്തിട്ടാ ചെയ്യാറ്. പക്ഷെ സിനിമയിലോട്ട് വരുമ്പോ എപ്പോഴും ആ എൻജോയ്മെന്റ് കിട്ടാറില്ല. കാരണം നമ്മള് വേറൊരാളുടെ ആക്ടറായിട്ട് നമ്മൾ മാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇടയ്ക്ക് നമുക്കൊരു പോയിന്റ് ഒക്കെ എത്തുമ്പോൾ നമുക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തുകൊണ്ടും കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് അറിയപ്പെടാൻ ഇഷ്ടം. ഇപ്പം എല്ലാ കാര്യത്തിനും ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. ഇപ്പം പണ്ടൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ഈ നാടകത്തിൽ നിന്നൊക്കെ അതിലെ ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിലേക്ക് വന്നു. അതിൽ ഒരുപാട് പേരുണ്ട്. കലാഭവൻ മണി, ഇപ്പൊ നമ്മുടെ ജയറാമേട്ടൻ, ദിലീപൻ, KPS ലളിത, അങ്ങനെ വേദികളിൽ നിന്ന് വന്നു. ഇപ്പം അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം റീൽസ് ആണ്. ഇൻസ്റ്റഗ്രാമിലൂടെ പിന്നെ ഞങ്ങളെ പോലെയുള്ളവരും ഒക്കെ കയറുന്നവരുണ്ടല്ലോ. അപ്പം ഇതിന്റെ ലൈക്ക് ഇതിന് ഇപ്പം അറിയില്ല ഇത് എത്ര നാളിനി പോകും എന്നുള്ളത് നമുക്കറിയില്ല. അടുത്ത് ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിന് മുകളിൽ എന്താ വരുന്നത് എന്ന് അറിയില്ല. ജ്യോതിഷൊക്കെ ഇഷ്ടമാണോ സിനിമ പോവാൻ? ഞാൻ ഇന്റർവ്യൂ എടുക്കുന്ന ഡയറക്ടേഴ്സിനോടൊക്കെ പറയാറുണ്ട്, ആർട്ടിസ്റ്റിനെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാറുള്ളത്. എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എല്ലാം എക്സ്പീരിയൻസ് ആണ്. ഷോർട്ട് ഫിലിം ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ലൈക്ക് ഇത് എത്ര നാൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ഈ കോണ്ടന്റ് ക്രിയേഷന്റെ അല്ലെ ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ ഒരു ഫ്യൂച്ചറിനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇത് നിക്കരുത് എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ പറയാൻ പറ്റില്ല. ചിലപ്പോ ഇതുപോലെ പെട്ടെന്ന് ടിക്ടോക്ക് ഒക്കെ ബാൻ ആയ പോലെ ഒരു സമയത്ത് ഇത് ബാൻ ആയി കഴിഞ്ഞാൽ അടുത്ത എന്തെങ്കിലും പ്ലാറ്റ്ഫോം നോക്കേണ്ടി വരും. അങ്ങനെ ബാൻ ആയി എന്ത് ചെയ്യും? അങ്ങനെ അടുത്ത എന്തെങ്കിലും പ്ലാറ്റ്ഫോം നോക്കുക, അല്ലെങ്കിൽ പഠിച്ച പണി ചെയ്യേണ്ടി വരും. തിരിഞ്ഞ് അങ്ങോട്ട് ചിന്തിക്കാനേ വയ്യ. പണ്ട് ഞാൻ ചിത്രമൊക്കെ വരച്ചിട്ട് പൈസ ഒക്കെ വിറ്റിരുന്നു. ഇപ്പൊ വെഡിങ് ഓർഡേഴ്സ് ഒക്കെ വരും, കപ്പിളിന്റെ ഫോട്ടോ ഒക്കെ പോർട്രേറ്റ് വരച്ചു കൊടുത്തിട്ട് ഒരു തലക്ക് 500 രൂപ വെച്ചിട്ട് വാങ്ങും. അപ്പൊ ആ പണിയൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ അതും ഞാൻ എൻജോയ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാ വരക്കാനൊക്കെ. കാരണം അത്രയും സമയം ഇങ്ങനെ അതിന് വേണ്ടി മെനക്കിടല്ലേ. അപ്പൊ അതൊക്കെ ഇപ്പൊ മടിയാണ്. ഈ റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ എത്ര ടൈം ഒക്കെ എടുക്കാറുണ്ട്? എനിക്ക് എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു വീഡിയോ ചെയ്ത് എനിക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യണം. ഫോണിൽ തന്നെ ഒരു ദിവസം കൊണ്ടൊക്കെ എഡിറ്റ് പെട്ടെന്ന് കഴിയും. ഞാൻ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോ ഇപ്പൊ ഡയലോഗ് ഒക്കെ വെച്ചെടുക്കുമ്പോ ഞാൻ അപ്പൊ തന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് കാണണം. റിസൾട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ നടക്കുന്ന ഇഷ്യൂ ഉണ്ടല്ലോ, ജന്തർ മന്ദറിന്റെ ഇഷ്യൂ നടക്കുന്നുണ്ട്. അതിനെതിരെ റിയാക്ട് ചെയ്ത വൺ ഓഫ് ദി ഫസ്റ്റ് ഇൻഫ്ലുവൻസർ അല്ലെ കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അഖിൽ എന്ന് പറയുന്നത്. അപ്പം പക്ഷെ പലരും ഇപ്പൊ ഞാൻ ഇന്നലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, പല നോൺ ഫേസസും അതിനെതിരെ റിയാക്ട് ചെയ്യുന്നില്ലായിരുന്നു, ബട്ട് ഇപ്പോ ചെയ്യുന്നുണ്ട്. അപ്പം ലൈക്ക് അഖിലിന്റെ അതിലെ ടേക്ക് എന്താണ്? ലൈക്ക് അവിടെ ഇപ്പം നമ്മുടെ കേസിലുള്ള നമ്മളെക്കാളും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ലൈക്ക് എന്താണ് അഖിലിന്റെ ടേക്ക് അതില്? ആക്ച്വലി എല്ലാരും ഈ ജെൻസി പിള്ളേരെ കുറിച്ച് ഭയങ്കരമായിട്ട് ബാഡായിട്ട് പറഞ്ഞു. അവരെ പെറ്റിട്ട തന്നെ ഫോണിലേക്കാണ്, ഇവർക്കൊന്നും അറിയില്ല, ഒന്നിനും പ്രതികരിക്കാനുള്ള ശേഷിയില്ല. പക്ഷെ ഇപ്പോ അത് തിരുത്തി പറഞ്ഞില്ലേ, അതേപോലെ കുറെ കാലം തെളിയിക്കും പല കാര്യങ്ങളും. എന്റെ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ നല്ലത് കണ്ട അത് ആര് ചെയ്താലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഫ്യൂച്ചർ, അപ്പൊ അവരുടെ കൂടെ തന്നെ നമ്മൾ നിന്നേ പറ്റുള്ളൂ. അപ്പൊ ഇതിലും തന്നെ സോനം വാങ്ചുക് പോലെ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. അവർ അത്രയും പീസായിട്ട് നടത്തിയൊരു പ്രൊട്ടസ്റ്റിനെ അവരുടെ പോലീസുകാരുടെ ടീമൊക്കെ ചെയ്തത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പൊ സിനിമ ആയതുകൊണ്ട് എനിക്ക് പല മീഡിയക്കാരും വരുമ്പോൾ ഞാൻ എല്ലാവരോടും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷെ എല്ലാ മീഡിയക്കാരൊന്നും അത് ഇടൂല. ഇങ്ങനത്തെ ഒരു ടോപ്പിക് ആയതുകൊണ്ട് അവരുടെ ചാനൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും ഇടാറില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പല മീഡിയ പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര നല്ല കാര്യമായിട്ട് തന്നെ തോന്നിയത്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പൊ അതില് എഗെയിൻസ്റ്റ് ആയിട്ടും പറയുന്ന ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്ക് സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഭാവി. അപ്പൊ നമ്മള് അതിന് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇതിനെതിരെ റിയാക്ട് ചെയ്യുന്ന പലർക്കെതിരെയും നെഗറ്റീവ് വരുന്നുണ്ട്. ഇപ്പൊ ടോവിനൊക്കെ റിയാക്ട് ചെയ്ത് എന്നൊക്കെ സംഖ്യയാക്കി ആക്കിയിട്ടുണ്ട്. നല്ല നെഗറ്റീവ് ഉണ്ട്. അതിന് എനിക്ക് എങ്ങനെയാ വെച്ചാല് ഒരു സൈഡില് ഇപ്പൊ സംഖ്യകളാണ് ആക്രമിക്കുന്നത്, ഒരു സൈഡിൽ ഉസ്താദുമാര്. ഞാൻ നടുവിലേക്ക് നിന്ന് രണ്ടും ഇങ്ങനെ അവര് തമ്മിൽ തല്ലുകൂടുന്ന ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കണ്ടോണ്ടിരിക്കുക. ബാക്കിലോട്ട് മാറാൻ. അതെ,
അവരായി അവരെ പാടായി. ഓക്കെ, ഇതിപ്പം ഹൊറർ ആയതുകൊണ്ട് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അടുത്ത ഇനിയും ഒരു കംപ്ലീറ്റ് ഒരു ആക്ഷൻ അല്ലെങ്കിൽ കോമഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആക്ഷനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഈ ബോഡി വെച്ച്. അതൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നതല്ലേ? അറിയില്ല. എനിക്ക് നെഗറ്റീവ് ഷെയ്ഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. അതായത് എല്ലാരും വെറുക്കുന്ന ഒരാളില്ലേ, ഇപ്പൊ ലൈക്ക് ദൃശ്യമൊക്കെ കാണുമ്പോ നമുക്ക് ആ സഹദേവന്റെ ക്യാരക്ടർ നമുക്ക് ഇങ്ങനെ കൊല്ലാൻ തോന്നൂലേ, കത്തി കൊണ്ടൊക്കെ കുത്താൻ തോന്നൂലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതായത് എല്ലാവർക്കും വെറുക്കണം, എന്നെ കാണും പിന്നെ തല്ലണം വന്നിട്ട്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നില്ല. മുമ്പൊക്കെ ആൾക്കാർക്ക് നെഗറ്റീവ് കാണുമ്പോ തല്ലാൻ തോന്നുന്ന കുറെ ആൾക്കാരുണ്ട്, സിനിമ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ക്യാരക്ടർ ഒന്നിട്ട് ചെയ്താൽ കൊള്ളാന്നുണ്ട്. അതുപോലെ ഒന്ന് മരിച്ച് അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് മരിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ആണോ? അതായത് മെയിൻ ഇതായിട്ട് വന്നിട്ട് അങ്ങനെയൊന്നുമില്ല, മെയിൻ ആവണമെന്നൊന്നുമില്ല. ഇപ്പൊ മരിച്ചു കിടക്കുന്ന ഒരു സീനൊക്കെ അത് ബാക്കിയുള്ളവർ കാണുമ്പോ അവരുടെ റിയാക്ഷൻ ഒക്കെ എങ്ങനെയാന്നൊക്കെ അറിയാം. അതൊരു വിയേർഡ് ആഗ്രഹം. അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഹേറ്റേഴ്സിന് പറഞ്ഞോണ്ട് അഖിലിന് ഒരുപാട് നല്ല ഫാൻസും ഉണ്ടല്ലോ. ഇപ്പം ഞാൻ അന്ന് ഒരു വട്ടം ലൈക്ക് അഖിൽ എന്നെ ഫോളോ ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫേവറേറ്റ് ക്രിയേറ്റർ നമ്മളെ ഫോളോ ചെയ്യുമ്പോ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അങ്ങനത്തെ ലൈക്ക് അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. ലൈക്ക് അപ്പം ഇവരെന്തെങ്കിലും ഈ കോണ്ടന്റ് സജഷൻസ് ഒക്കെ പറയുന്നൊക്കെ അതൊക്കെ നോക്കാറൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇന്ന ചില ടോപ്പിക്സിനെ കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല, അപ്പൊ കുറെ ആൾക്കാർ ഷെയർ ചെയ്തിട്ട് ഇതിനെ കുറിച്ചൊന്ന് പ്രതികരിക്കൂ, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കൂ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. കൂടുതലും കോണ്ടന്റ്സിനേക്കാൾ ഇങ്ങനെ ടോക്കിങ്സ് ആണ് കൂടുതൽ വരാറ്, ഈ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അതൊക്കെ ഞാൻ നോക്കാറുണ്ട്. ഇപ്പൊ ഈ റീൽസ് ഒക്കെ ചെയ്യുമ്പം ഇപ്പം ഒരു ദിവസം കൊണ്ടൊക്കെ എഡിറ്റ് തീരുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ നിന്നൊക്കെ ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് ആണ് ഈ കിട്ടുന്നതൊക്കെ. ഇപ്പൊ സിനിമ ഇപ്പം മഹാരാജ ഹൗസില് കുറെ നാള് മുന്നേ ഇപ്പൊ ഷൂട്ട് ചെയ്തു, അതിപ്പം ആളുകളിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പൊ അതിനൊരു ലോങ് വെയിറ്റിംഗ് ഉണ്ട്. അപ്പൊ ഈ കോണ്ടന്റ് ക്രിയേഷൻ ടു സിനിമ എത്തിയപ്പോ ആ ഒരു സെപ്പറേഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഫീൽ ചെയ്തത്? എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ അപ്പൊ തന്നെ കാണണം. അതായത് ഇപ്പൊ എന്തെങ്കിലും വീഡിയോ ചെയ്ത് എനിക്ക് അപ്പൊ തന്നെ എഡിറ്റ് ചെയ്ത് അതിന്റെ ഔട്ട് കണ്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ. പക്ഷെ സിനിമ നമുക്ക് അങ്ങനെ പറ്റൂലല്ലോ, അത് കുറേ കാലം വെയിറ്റ് ചെയ്യണം. ഈ മഹാരാജ ഹോസ്റ്റലൊക്കെ 1.5 വർഷം എടുത്ത് ഇത് ഇങ്ങനെ പ്രൊഡക്ഷനിലായിട്ട് വരാന്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. അപ്പൊ അത് നല്ലപോലെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ല, അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് സിനിമയിലോട്ട് പെട്ടെന്നുള്ള പറിച്ചുനടൽ എന്ന് പറയില്ല, ഓൾറെഡി ചെയ്ത് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് വന്നു. എങ്കിലും ഈ ആക്ഷൻ പറയുമ്പം അഭിനയിക്കുക, കട്ട് പറയുമ്പോ നിർത്തുക, ലൈക്ക് ഈസി പ്രോസസ് ആണോ അത്? നമ്മള് ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയുന്ന കണ്ടിട്ടില്ലേ, മമ്മൂക്കയൊക്കെ ആക്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ ക്യാരക്ടറായിട്ട് മാറുക, കട്ട് എന്ന് പറയുമ്പോൾ നോർമൽ ആവുക. നമുക്ക് അതിനെ കൊണ്ട് അതൊന്നും പറ്റൂല. നമുക്ക് ആക്ഷൻ എന്ന് പറയുമ്പോ പറയാനായോ ആ ഒരു സാധനകാരം, അതായത് ഭയങ്കര ടെൻഷനാ. തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് ഭയങ്കര പ്രശ്നം. എനിക്ക് തോന്നുന്നത് ഒരു 3 ഷെഡ്യൂൾ എടുത്തു ഞാൻ ആ ക്യാരക്ടറിലോട്ട് ആവാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു, അപ്പോൾ ഭയങ്കര പേടിയുണ്ട്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇതേപോലെ ഇടക്ക് ആദ്യമൊക്കെ ഞാൻ എപ്പോഴും മലപ്പുറം സ്ലാങ് ഇതിലോട്ട് വരും. അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അറിയാണ്ട് പറഞ്ഞു പോകും. ഇതിലിതുപോലെ ഓടുന്നൊരു സീനില് ദൈവത്തിനെ വിളിക്കാൻ പറഞ്ഞു മൈക്കയിലൂടെ. അപ്പൊ ഞാൻ അല്ലാ നമുക്ക് അതല്ലേ വരുള്ളൂ, ശീലായതല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു, നീ മുസ്ലിം അല്ലടാ, നീ ക്രിസ്ത്യനാടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ മറ്റേ കുരിശ് വരയ്ക്കുന്ന സാധനം അത് ഇടക്കിടക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇതില്. അപ്പൊ അതൊക്കെ ഒരു സമയം കഴിഞ്ഞപ്പോ ഞാൻ തന്നെ അറിയാണ്ടൊക്കെ ഇടയ്ക്ക് ഇരിക്കുമ്പോ വെറുതെ ഇങ്ങനെ കുരിശ് ഫ്ലോയില് അങ്ങനെ ആയിപ്പോയി. ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ എന്തോ ഇങ്ങനെ ആലോചിച്ചിട്ടൊക്കെ ഇങ്ങനെ വരയ്ക്കും. ഈ ഒരു സ്ലാങ് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ലൈക്ക് റീൽസിലൊക്കെ കണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമാണല്ലോ, അപ്പൊ അതൊരു ബെനിഫിറ്റ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അത് തോന്നി. എനിക്കൊന്ന് അതിൽ തന്നെ നിൽക്കണം. ഇഷ്ടമല്ല. നമ്മള് വാട്സപ്പിലൊക്കെ ഓടി അയച്ചിട്ട് അതിങ്ങനെ ഞാൻ അങ്ങനെ കേൾക്കൂല, ഇഷ്ടമല്ല. അത് ഞാനും കേൾക്കാറില്ല, എനിക്ക് ഭയങ്കര പാടാക്കി. അതങ്ങനെ വോയിസ് അങ്ങനെ സംഭവമായിട്ടൊന്നും സ്ലാങ് അങ്ങനെ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളിപ്പോ വേറെ ജില്ലക്കാർക്ക് അത് കാണുമ്പോ, ഞാനിപ്പോ പത്തനംതിട്ടയാ, എനിക്കൊക്കെ ഞങ്ങൾ തന്നെ പറഞ്ഞാൽ ഞങ്ങൾ അച്ചടി ഭാഷ സംസാരിക്കാന്നുള്ളതാണ്. ഞങ്ങൾക്കൊക്കെ അത് കാണുമ്പോ ഇങ്ങനെ ഞങ്ങളുടേതായ നാടൻ ഭാഷകളുണ്ട്. അത് ചിലപ്പം ബാക്കിയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അത് സിനിമയിലെ ഡയലോഗ്സിൽ വരുമ്പോഴും അത് സാധനം വരും. ഫസ്റ്റ് ഒക്കെ നമ്മള് കൂടുതൽ നാച്ചുറൽ ആക്കാൻ നോക്കുമ്പോ നമ്മളെ പോലെ തന്നെ അല്ലേ പറയുള്ളൂ. അപ്പൊ അതാണ് ഈ സിനിമയിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഏരിയ ഇല്ല, ഇന്ന നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ നമ്മള് നാച്ചുറൽ ആകുമ്പോ നമ്മളെ തന്നെ ആയി മാറുകയാണ്. പിന്നെ കുറെ സമയം എടുത്തു അത്
സെറ്റായിട്ട് വരാം. ഓക്കെ. ഇഷ്ടപ്പെട്ട ആക്ടർ ഏതാ? എനിക്ക് ഫഫേനെ ഭയങ്കര ഇഷ്ടമാണ്. ആ. പിന്നെ പഴയ നമ്മുടെ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ലൈക്ക് കൊച്ചിൻ അനീഫ, ജഗതി, അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ അനീഫക്കൊക്കെ ഒരുപാട് സിനിമയിൽ പുള്ളിക്ക് ഡയലോഗ് ഇല്ലെങ്കിൽ പോലും ബിഹൈൻഡ് ദ പുറകിൽ നിന്നിട്ട് ആൾ എന്തൊക്കെ കാണിക്കും, അതൊക്കെ ഭയങ്കര രസമാണ്. അതെ, കുറെ സിനിമയിലുണ്ട്, ഏതൊക്കെ സിനിമയിലുണ്ട് ആളിങ്ങനെ കാണിക്കുന്നത്, അതൊക്കെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. അതായത് അത്രയും ഡയലോഗ് ഇല്ലെങ്കിൽ പോലും അവർ ആ ക്യാരക്ടറിന്ന് മാറാണ്ട് പിടിച്ചു നിന്നിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട്. അതൊക്കെ ഇഷ്ടം. മോഹൻലാൽ ഓർ മമ്മൂട്ടി ചോദിച്ചാൽ രണ്ടുപേരും ഇഷ്ടം. എനിക്ക് രണ്ടുപേരും ഒരുപോലെ. ഒരാളായിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങനെ ഒരു ദിവസം ഇപ്പം മാനേജ് ചെയ്യുന്നത്? ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും റീൽ കോണ്ടന്റ് ഇപ്പൊ നമ്മൾ കാണാറുണ്ട്. അപ്പം ഒരു ദിവസം ഇല്ല, ഞാൻ എപ്പോഴും എടുക്കൂല റീല്. കണ്ടന്റ് വരുമ്പോഴേ എടുക്കുള്ളൂ. ഞാൻ അങ്ങനെ പങ്ക്ച്വലായിട്ട് റീൽസ് ഇടുന്ന ഒരാളല്ല. അപ്പം എങ്ങനെയാണ് അഖിലിന്റെ ഒരു ദിവസം തുടങ്ങുന്നതും തീരുന്നതും എങ്ങനെയാ? ഉച്ചക്ക് എണീക്കും, കഞ്ഞി കുടിക്കും. ഞാൻ കഞ്ഞിയാണ് ശരിക്കും പറഞ്ഞാണോ? എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഭയങ്കര വല്ലാണ്ട് ഇഷ്ടമല്ല. ഇഡ്ഡലി, ദോശ അങ്ങനത്തെ സാധനങ്ങൾ വല്ലാണ്ട് പോകില്ല. അപ്പൊ ഞാൻ അധികം രാവിലെ എണീക്കുമ്പോൾ കഞ്ഞി കുടിക്കും. പിന്നെ ഉച്ചക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കും. പിന്നെ ഒരു ഈവനിങ് ആകുമ്പോഴത്തേന് എൻ്റെ ഫ്രണ്ട്സിന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അവരും എത്തും. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു ചായക്കട ഉണ്ട്. ചായക്കടന്റെ പേരാണ് രസം, നരകത്തിൽ പോകും. ഓൾറെഡി പോകേണ്ടതാണല്ലോ. ഉമ്മയ്ക്ക് വിളിക്കുമ്പോ ആ നരകത്തിലെ അമ്മ അവിടെ നരകത്തിൽ പോയിരിക്കും. അവിടെ ഇരിക്കും ഒരു 11 മണി വരെയൊക്കെ ഫ്രണ്ട്സിനോട് സംസാരിച്ചിട്ട് അങ്ങനെ അടിപിടിയൊക്കെ കൂടി ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കും. ഒരു ദിവസം 2-3 ചായയൊക്കെ കുടിക്കുമായിരുന്നു ആദ്യം. പിന്നെ എനിക്ക് ഇങ്ങനെ തൊണ്ടക്ക് പ്രശ്നം വരാൻ തുടങ്ങി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ചായ കുടിച്ചിട്ടാന്ന് പറഞ്ഞു. പാൽച്ചായയും കുറെ കുടിക്കാൻ പാടില്ല, കട്ടൻ ചായയും കുറെ കുടിക്കാൻ പാടില്ല. കട്ടൻ ചായ അസിഡിക്കാ. അപ്പൊ അത് ഒരു ദിവസം ഒന്നൊക്കെ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൺട്രോൾഡാ, കുറച്ചു. അതെ, അതെ. പിന്നെ ലേറ്റ് ആയിട്ടാ കടന്നുറങ്ങുക, എല്ലാരെയും പോലെ തന്നെ. അങ്ങനെ തന്നെ എന്റെ ലൈഫ്. ഈ എല്ലാവരുടെയും ലൈഫ് മാറ്റിയ ഒരു ടൈം ആയിരുന്നല്ലോ കോവിഡ് ടൈം എന്ന് പറയുന്നത്. അഖിലിന്റെ കോവിഡ് ടൈം എന്തെങ്കിലും മാറ്റങ്ങൾ ലൈഫിൽ കോണ്ടന്റ് ക്രിയേഷനിലോട്ട് അപ്പൊ ഇങ്ങനെ ഇറങ്ങിയിരുന്നു? എന്ത് മാറ്റമായിരുന്നു ഈ കോവിഡ് ടൈം കൊണ്ടുവന്നത്? ഇല്ല, എന്റെ വീഡിയോസ് വൈറലാവാൻ തുടങ്ങിയത് കോവിഡ് ടൈമിലാണ്. പിന്നെ ഞാൻ ബുക്സ് വായിക്കാൻ തുടങ്ങിയതൊക്കെ കോവിഡ് ടൈമിലാ. ആടുജീവിതമൊക്കെ ഞാൻ അങ്ങനെ ബുക്ക് വായിക്കുന്ന ആളേ അല്ലായിരുന്നു, പഠിക്കുന്നത് പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോ കോവിഡ് സമയത്ത് ഇതേപോലെ ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ ആടുജീവിതത്തിന്റെ ബുക്ക് ഉണ്ടായിരുന്നു അവന്റെ. അപ്പൊ അവൻ പറഞ്ഞു നല്ല സ്റ്റോറിയാ, നീ വായിച്ചു നോക്കെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വായിക്കൊന്നും ഇല്ലടാ. അവൻ പറഞ്ഞു ഇത് വായിച്ചു നോക്ക്, ചിലപ്പോ ഈ കരയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനത് കൊണ്ടുപോയി അത് ഫുള്ളിരുന്ന് വായിച്ച് ശരിക്കും കരഞ്ഞത് വായിച്ചപ്പോ. അങ്ങനെ പിന്നെ ആ ഒരു ഇത് തുടങ്ങി, ആ ശീലം തുടങ്ങി. അതിപ്പോഴും ഉണ്ട്. ഇപ്പം ഒരു കൺട്രി വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോവാൻ പറ്റിയ അഖില് സജസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രി ഏതായിരിക്കും? വിയറ്റ്നാം നല്ലതാണ്, തായ്ലാൻഡ് നല്ലതാ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാരും പോയി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ മാറിയിട്ടുണ്ട്. കാരണം അതിപ്പോ ഭയങ്കര ടൂറിസ്റ്റ് സ്പോട്ടായി. ഇപ്പൊ റീൽസിലെല്ലാം ട്രെൻഡിങ് ആ വിയറ്റ്നാമും തായ്ലാൻഡും ഒക്കെ. പണ്ട് നമ്മള് ക്യാപ്ഷൻ തന്നെ ഇങ്ങനെ കൊടുക്കുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വിയറ്റ്നാമിൽ പോയി വരാന്നൊക്കെ. പക്ഷെ ഇപ്പൊ വിയറ്റ്നാം എക്സ്പെൻസീവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പാവപ്പെട്ടവർക്ക് ഇപ്പൊ പോകാൻ പറ്റിയ സ്ഥലമൊന്നും ഇല്ലേ? എന്താ ഇന്റർനാഷണൽ ട്രിപ്പ് പാവപ്പെട്ടവർക്ക് പോകാൻ കുറച്ച് പൈസ എന്തായാലും സേവ് ചെയ്ത് പോകണ്ടേ. പാവപ്പെട്ടവർക്ക് ഊട്ടി, മൈസൂര്, വാഗമൺ അങ്ങനെയല്ല. ഇന്റർനാഷണൽ ട്രിപ്പിന് എന്തായാലും നമുക്ക് ഒരുപാട് പൈസ ചെലവാകും. അപ്പൊ അത്രയും സേവ് ചെയ്ത് വെച്ചിട്ട് പോവായിരിക്കും നല്ലത്. അപ്പൊ നമ്മൾ എന്തായാലും പോകുമ്പോൾ ഒരു 4 ദിവസം 5 ദിവസം എന്തായാലും നിൽക്കുമല്ലോ. ഫുഡിനൊക്കെ ചിലവോട് നല്ല എക്സ്പെൻസ് വരും. ഇപ്പൊ സ്ഥലങ്ങളും എൻട്രി ടിക്കറ്റ്സ് ഒക്കെ ചീപ്പാണെങ്കിൽ പോലും ഫുഡിനും ഫ്ലൈറ്റിനൊക്കെയാണ് കൂടുതൽ ചാർജ് വരിക. അപ്പൊ എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് ചാർജ് ഒക്കെ ഇപ്പൊ നല്ല കൂടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ അപ്പൊ എന്തായാലും അടിപൊളി. ഇപ്പം സിനിമ ആൾക്കാരിലേക്ക് എത്തി, നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇനിയും ആൾക്കാരിലേക്ക് എത്തട്ടെ. എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാം ഉണ്ടാവും. ഇപ്പം അടുത്ത സിനിമയും അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ എന്ത് വന്നാലും നിർത്തരുത്. കാരണം ഞങ്ങളെ പോലുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഒരുപാട് കോണ്ടന്റ് ഒക്കെ കാണാനൊക്കെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഒരുപാട് നല്ല കോണ്ടന്റ്സ് ഉണ്ടാവട്ടെ, ഇതുപോലെ നല്ല സിനിമകളൊക്കെ കിട്ടട്ടെ, നമുക്ക് ഇനിയും ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Thank you so much.